ക്രിസ്തുമസ് സീസണിൽ അറുമുഖൻ പുൽക്കൂടുകളുമായി കോട്ടയത്തെത്തും. ഇത് 5-ാം തവണയാണ് അറുമുഖൻ പുൽക്കൂട് കച്ചവടത്തിനായി കോട്ടയത്തെത്തിയത്. മുള, കച്ചി എന്നിവ കൊണ്ടുണ്ടാക്കുന്ന പുൽക്കൂടുകൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ട്. മുളയും കച്ചിയും ഉൾപ്പെടെ പുൽക്കൂടുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ പാലക്കാട് നിന്ന് കൊണ്ടുവരുന്നതാണ്. പുൽക്കൂടിന്റെ മേൽക്കൂരയുടെയും വശങ്ങളിലെ മുള കൊണ്ടുള്ള ഭാഗവും നിർമ്മിച്ചു കൊണ്ടുവരും. ഇവിടെ എത്തി അവ യോജിപ്പിക്കുന്നു. പുതിയ പുൽക്കൂട് നിർമ്മിക്കുന്നുമുണ്ട്. മുള കീറി വണ്ണം കുറയ്ക്കുന്ന ജോലികൾ അറുമുഖൻ ചെയ്യുന്നു. മകൻ ശരവണകുമാർ മുളകഷ്ണങ്ങൾ ആണിയും നൂൽക്കമ്പിയും ഉപയോഗിച്ച് കൂട്ടിയോജിപ്പിക്കുന്നു. അറുമുഖന്റെ ഭാര്യ വിമലയും പുൽക്കൂട് നിർമ്മാണത്തിൽ ഇവരെ സഹായിക്കുന്നു. പരമ്പരാഗത രീതിയിലുള്ള പുൽക്കൂടുകൾ വാങ്ങാൻ ആളുകൾ ധാരാളമായി എത്തുന്നു. വലിപ്പമനുസരിച്ചാണ് പുൽക്കൂടുകൾക്ക് വില. ഏറ്റവും ചെറിയ പുൽക്കൂടിന് 250 രൂപയാണ്. 350, 450, 550 എന്നിങ്ങനെയാണ് വില. ഏറ്റവും വലിയ പുൽക്കൂടിന് 550 രൂപയാണ് വില. അത്യാവശ്യം നല്ല കച്ചവടമാണ് ലഭിക്കുന്നതെന്ന് അറുമുഖൻ പറഞ്ഞു. അങ്ങനെ പോണം. ഇപ്പൊ 2 ദിവസമായിട്ട് കുഴപ്പമില്ല, പോയിക്കൊണ്ടിരിക്കണം. അതെ, സാധനം അവിടുന്ന് കൊണ്ടുവരികയാണ്. ഇത് മുള, കച്ചി, നൂൽക്കമ്പി, മുള്ളാണി അങ്ങനെയുള്ള ഇതില് സെറ്റാക്കി കൊണ്ടുവരികയാണ്. ഇപ്പൊ ഇന്നലെ തൊട്ട് അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ അതേസമയം പരമ്പരാഗത പുൽക്കൂടുകൾ വാങ്ങാൻ കിട്ടാറില്ല എന്ന് ആവശ്യക്കാർ പറയുന്നു. മുളയും കച്ചിയും ഒക്കെ സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അറിഞ്ഞും പറഞ്ഞും പത്രവാർത്തയും കണ്ടാണ് അറുമുഖന്റെ പുൽക്കൂട് വാങ്ങാൻ ആളുകൾ എത്തുന്നത്. വില കൂടുതലാണെന്ന് ചിലർ പറയാറുണ്ടെങ്കിലും വില പേശാതെ പുൽക്കൂട് വാങ്ങിക്കൊണ്ടു പോകുന്നു. ഡിസംബർ 12-നാണ് പുൽക്കൂട് വിൽക്കാനായി അറുമുഖനും കുടുംബവും പാലക്കാട്ടു നിന്നും കോട്ടയത്തെത്തിയത്. ക്രിസ്തുമസിനു ശേഷം നാട്ടിലേക്ക് മടങ്ങും. സീസൺ അല്ലാത്തപ്പോൾ കുട്ട നിർമ്മാണമാണ് ഇവരുടെ ജോലി. ന്യൂസ് ബ്യൂറോ, കോട്ടയം.